നമസ്കാരം. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് ഫെബ്രുവരി 1-ന് അവതരിപ്പിക്കാൻ ഇരിക്കുകയാണ്. 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കണമെന്ന നാളുകളായുള്ള ആവശ്യം ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ഫെബ്രുവരി 1-നാണ് നടക്കുന്നത്. സ്വകാര്യ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്ന കോടിക്കണക്കിന് ജീവനക്കാരെ പ്രതിനിധീകരിച്ച് ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. 50 ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാരും 67 ലക്ഷം പെൻഷൻകാർക്കും 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കണമെന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഭാരതീയ മസ്ദൂർ സംഘ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ 8ാം ശമ്പള കമ്മീഷനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ശക്തമായി ഉന്നയിച്ചതിനാൽ 8ാം ശമ്പള കമ്മീഷനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ വീണ്ടും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ശമ്പള പാനൽ രൂപീകരിച്ച് 10 വർഷത്തിലേറെയായി എന്ന കാര്യവും വലിയ ചർച്ചയാണ്. നാഷണൽ കൗൺസിൽ ഓഫ് ജോയിന്റ് കൺസൾട്ടേറ്റീവ് മിഷനറിയുടെ സ്റ്റാഫ് സെറ്റ് പ്രതിനിധീകരിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ യൂണിയനുകൾ പണപ്പെരുപ്പം പരിഹരിക്കുന്നതിനായി ഉയർന്ന ഫിറ്റ്മെന്റ് ഫാക്ടറിന് വേണ്ടിയും വാദിക്കുന്നുണ്ട്. അടുത്ത ശമ്പള പാനൽ രൂപീകരിക്കുന്ന കാര്യം പരിഗണിക്കുന്നില്ലെന്ന് സർക്കാർ ആവർത്തിച്ച നിലപാടെടുത്തതിനു പിന്നാലെയാണ് പുതിയ നീക്കം. വ്യവസായ സ്ഥാപനങ്ങളും ട്രേഡ് യൂണിയനുകളും ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിന് ഇടത്തരക്കാരുടെ നികുതി ഭാരം കുറയ്ക്കണമെന്നും സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 8ാം ശമ്പള കമ്മീഷന് പുറമെ 2025-26 ബജറ്റിൽ അതിസമ്പന്നർക്ക് ഉയർന്ന നികുതി നൽകാനും ആദായ നികുതി ഉയർത്താനും കേന്ദ്ര ധനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇളവ് പരിധി പ്രതിവർഷം 10 ലക്ഷം രൂപ, ഗിഗ് തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതി, സർക്കാർ ജീവനക്കാർക്ക് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കൽ തുടങ്ങിയവയെല്ലാം ആവശ്യങ്ങളിൽ പെടുന്നുണ്ട്. പ്രതിവർഷം 15 ലക്ഷം രൂപ വരെ വരുമാനമുള്ള വ്യക്തികളുടെ ആദായ നികുതി വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിസമ്പന്നർക്ക് 2% അധിക നികുതി ചുമത്താനും ശേഖരിക്കുന്ന തുക അനൗപചാരിക തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷയ്ക്കായി ഉപയോഗിക്കാനും ചില ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെടുന്നുണ്ട്. നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 8ാമത്തെ ബജറ്റും മോദി 3.0 സർക്കാരിന്റെ 2ാമത്തെ സമ്പൂർണ്ണ ബജറ്റുമാണിത്. ആദായ നികുതിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി നികുതിദായകർക്ക് ആശ്വാസം നൽകാൻ ഇക്കുറി ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തയ്യാറായേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ബജറ്റിൽ നിർമ്മല സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയിൽ നിന്ന് 75,000 രൂപയായി ഉയർത്തിയിരുന്നു. ഇതുൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ ചേർത്ത് നിലവിൽ പുതിയ സ്കീം പ്രകാരം 7.75 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനത്തിന് ആദായ നികുതി അടയ്ക്കേണ്ടതില്ല. വരുമാനം ഇതിലും കൂടുതലാണെങ്കിൽ മാത്രമാണ് ആദായ നികുതി ബാധകം. നടപ്പ് വർഷം ഇന്ത്യയുടെ GDP വളർച്ച നിരക്ക് 4 വർഷത്തെ താഴ്ചയായ 6.4% ഇടിയുമെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക് മന്ത്രാലയത്തിന്റെ ആദ്യ അനുമാന കണക്ക് വ്യക്തമാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പാദത്തിൽ വളർച്ചാ നിരക്ക് 7 പാദത്തിലെ താഴ്ചയായ 5.4% ഇടിയുകയും ചെയ്തിരുന്നു.